ട്രക്കിങ്ങിൻ്റെ തേർഡ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് താമസിച്ചെങ്കിലും കാണാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പം ഈ ട്രക്കിങ് ഏകദേശം തീരാറായിട്ടുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കയറിയ സ്ഥലമാകും. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ദൂരമേ ഉള്ളൂ, ഏകദേശം എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ടൊരു 3-4 കിലോമീറ്റർ ഇങ്ങോട്ടും പിന്നെ തിരിച്ചിറങ്ങാൻ അത്രയൊക്കെ ഉള്ളായിരുന്നു തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഈ ഇറക്കം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും നേരെയുള്ള റോഡായിരുന്നു ഇതുവരെ എങ്കിൽ ഇറങ്ങുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്രയും താമസമാണ് നമുക്ക് തിരിച്ചിറങ്ങാനായിട്ട്. മുട്ടുവേദന ഉണ്ടെന്ന് പറഞ്ഞാൽ മതി, പെയിൻ റിലീഫ് കിട്ടും. പെയിൻ റിലീഫ് ഇത് രണ്ടാമത്തെ ദിവസം ഇല്ലയോ? ഇന്നും കൂടെ കൂട്ടിയ പോരെ? ആ, കൊറേ ആയി അവിടെ കിടക്കട്ട്. 1 മണിക്കൂർ കൊണ്ട് ഞാൻ അപ്പം നമ്മളെ തിരിച്ചുള്ള സ്ഥലത്ത് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇത്രയും നേരം നമ്മൾ നടന്നു. ഓക്കെ, ഇത് കണ്ടിട്ടാ വന്നേ. അയ്യോ, അട്ട കടിച്ചു. ആദ്യമായിട്ട് അട്ടടിച്ച്. ഇത് നമ്മൾ അവിടെ ആട്ടോ നമ്മൾ താമസിക്കുന്ന അവിടെ ഒരു കാണുന്നേ. അവിടെ നിന്ന് നമ്മളിത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വരാമെന്ന് പറഞ്ഞു. ഇനി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ കേട്ടോ. നല്ല സ്പോട്ട് കിട്ടി, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് കാണാമേ. പുറത്ത് വരാൻ ഇറങ്ങി അങ്ങ് താന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കണ്ടതും ഇനി കാണാതിരിക്കുന്നതുമായ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിക്കവാറും ഞാൻ സംസാരിക്കാതിരിക്കുന്നതായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ആ ഒരു ഫോറസ്റ്റ് എന്താണെന്നൊക്കെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈലൻറ്റ് അറ്റ്മോസ്ഫിയറിൽ കേൾക്കണം, കാടിൻ്റെ ശബ്ദം കേൾക്കണം. അല്ലാതെ എൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അതിനൊരു ഭംഗി ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ കുറച്ച് മിണ്ടാതെ നിൽക്കുന്നത്. ഞാൻ മിണ്ടുന്ന കുറേ വീഡിയോസ് ഉണ്ട്, അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ കുറച്ച് സൈലൻ്റ് ആയിട്ടുള്ള വീഡിയോസാണ് ഇട്ടിരിക്കുന്നത്. കാരണം എന്താ, ചുമ്മാ അവിടെ നനച്ചിട്ട് കാര്യമില്ല, കാരണം അതിനകത്തൊരു ഭംഗി ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും മിണ്ടാതെ നിൽക്കുകയാണേ. നോക്കൂ ഗായ്സ്, ഇതൊക്കെ സൺലൈറ്റ്. നമ്മൾ എത്തിയടാ. കാട്ടി നിൽക്കുന്ന ഇതാണ് ഗൈസ് കാട്ടുപോത്ത്. ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വട്ടവടയിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വട്ടവട പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാത്ത സ്ഥലമാണ് വട്ടവട. കല്യാണ സുന്ദരം യെല്ലോ. നമ്മളിവിടെ ഒരു സ്ട്രോബെറിയുടെ ഒരു പാടവും പിന്നെ കുറച്ചുകൂടി കൃഷികളും പൂക്കളും ഒക്കെ ഉള്ളതുണ്ട് കേട്ടോ. അതാണ് കേട്ടോ എനിക്ക് 2 സൈഡ് സ്ട്രോബെറി. റോസാപ്പൂക്കെ എടാ വെളുത്തുള്ളി ഇത് അതുകൊണ്ട് മണ്ടേ കാണുന്ന വെളുത്തുള്ളി.
ഇവിടുത്തെ റോസാപ്പൂക്കൊക്കെ ഏതാണ്ട് ഇതുപോലെ ഉണ്ട്, നല്ല കളറും വലുപ്പമാണ് കേട്ടോ. അത് അവർ പറിച്ച് കളയാൻ വെച്ചിരിക്കുക എന്നാണ് പറഞ്ഞത്. ഈ നിൽക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഡയാന്തസ്. ഇത് ഞങ്ങൾ ഹെർബേറിയം വെക്കാൻ വേണ്ടി ഒരു പ്ലാന്റ്, ഒറ്റ പൂവുള്ള പ്ലാന്റിന് 30 രൂപ എടുത്താണ് കേട്ടോ അവിടെ നിന്ന് വാങ്ങിച്ചത്. ഇവിടെ നോക്കി ചുമ്മാ ഇങ്ങനെ നമ്മുടെ നല്ല പോച്ചയൊക്കെ നിൽക്കുന്നതാണ്, ഓരോന്നിൻ്റെ ഇടയിൽ നിൽക്കുക കേട്ടോ ഈ സാധനം. ഇതാണ് ഗൈസ് വെളുത്തുള്ളി പാടം. ഇവിടെ ഫുള്ളിങ്ങനെ വെളുത്തുള്ളിപ്പാടമാണ്. എന്തുവിടെ ഇത്? ഇന്നലെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഒന്നങ്ങ് ക്ഷീണമായി പോയിട്ടൊന്നും സംസാരിക്കാനൊന്നും പറ്റിയില്ല, നല്ല ക്ഷീണിച്ചു പോയി. രാവിലെ ആയിട്ട് പൊങ്ങിയത്. ഇന്ന് നമ്മൾ തിരിക്കുന്ന ദിവസമാണ് കേട്ടോ. രാവിലത്തെ കാഴ്ചയൊക്കെ സൂര്യൻ തേണ്ട അവിടെ നിന്ന് ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് കേട്ടോ. അതിനനുസരിച്ച് ആ മേഘവും നീങ്ങുന്ന നല്ല ഭംഗിയുണ്ട് കേട്ടോ. പക്ഷെ നല്ല തണുപ്പും ഉണ്ട്. ഇനി വെയിൽ നല്ലതായിട്ട് വരണം, തണുപ്പ് ഇച്ചിരി കുറയണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ റെഡി ആകട്ടെ, നമുക്ക് ഇറങ്ങണം കേട്ടോ 10 മണിക്കാകുമ്പോൾ. ഇറങ്ങുകയാണ്. ഇവിടുത്തെ ഇപ്പോൾ കലാപരിപാടികളൊക്കെ കണ്ണും മൂക്കൊന്നും വയ്യട്ടോ. അപ്പോൾ നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്തു, ഇനി ഇറങ്ങാം കേട്ടോ. എല്ലാം കഴിഞ്ഞു പരിപാടികൾ. ഇറങ്ങുകയാണ്, നമ്മുടെ സ്ഥലത്തിനോടൊക്കെ വിട പറഞ്ഞ് ഇറങ്ങുകയാണ് ഗൈസ്. കാവ്യമോൾ ദാണ്ട് ഗൈസ്. പിന്നെ അങ്ങനെ 3 ദിവസം ചാട്ടവും ബപ്പൊക്കെ ഇവിടെ തീരെയാണ്. ഇനി നമുക്ക് നാട്ടിലേക്ക് പോകാം. ഇതുവഴിയാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു, ഈ എൻട്രി വഴിയാണ് പോയത്. അപ്പോൾ ഇനി നമ്മൾ ഇറങ്ങുകയാണ്. ഇനി നമുക്ക് എന്തെങ്കിലും ഇവിടെ വരാമെന്നുള്ള പ്രതീക്ഷയോടെ പോകാം. അങ്ങനെ ഉച്ചയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിക്കണം. ഇനി എന്തായാലും വൈകുന്നേരം 7 മണി ആവും എന്നാണ് നമ്മുടെ ഏകദേശം ഒരു ഊഹം കേട്ടോ ചെല്ലാൻ. നമ്മളങ്ങനെ 8 മണി ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞു നമ്മൾ വീട്ടിലേക്ക് പോകണം കേട്ടോ. പിന്നെ ബാക്കിയൊക്കെ പിന്നെ സംസാരിക്കാം. അങ്ങനെ നമ്മുടെ 3 ദിവസത്തെ ക്യാമ്പിങ് ഇവിടെ തീരാണ് കേട്ടോ. നല്ല 3 അടിപൊളി ദിവസങ്ങളായിരുന്നേ. അപ്പം നിങ്ങൾ വീഡിയോസ് എനിക്കറിയാം കണ്ടിന്യൂറ്റി കിട്ടിയില്ല എന്നുള്ളപ്പോൾ നിങ്ങൾ എന്നിട്ടൊന്ന് കാണുക. അങ്ങനെ ഇത് ശരിക്കും ഞങ്ങൾ ഒത്തിരി കാലം കൊണ്ട് ഇങ്ങനെ ആശിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ ഈ 3 ദിവസങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ എന്തായാലും അടിപൊളിയായിട്ട് പോയി. ഭയങ്കര സന്തോഷവും ഭയങ്കര സമാധാനമായിട്ടുള്ള 3 ദിവസമായിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞാൽ എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്ന് പറയാം. കാരണം ഇതിപ്പോൾ കുറേ നാളായല്ലോ, എനിക്കൊന്ന് 1 വർഷം ആവാറായി എൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഈ ജൂൺ ആകുമ്പോൾ 1 വർഷം ആവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇട്ട് തീർത്തല്ലോ സന്തോഷം. അപ്പോൾ നിങ്ങൾക്ക് ആ കണ്ടിന്യൂറ്റി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തൊട്ടൊന്നും കൂടെ ഒന്ന് കാണുക കേട്ടോ. ശരിക്കും അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണുന്നത് വരേക്കും ബൈ ബൈ.